ഇന്ന് ഭൂരിഭാഗം യൗവനക്കാരും കീഴടങ്ങിയിരിക്കുന്ന പല ഏരിയകളുണ്ട്. പ്രത്യേകിച്ച് സഭയായതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ വീടുകളിൽ, നിങ്ങളുടെ അയൽവക്കങ്ങളിൽ, നിങ്ങളുടെ തലമുറകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചേ പറ്റൂ. വളരെ ഗൗരവമായി ശ്രദ്ധിക്കണം. അഡിക്ഷനുകൾക്ക്, വിശേഷിച്ച് ഡ്രഗ്സിന്, പോണോഗ്രഫിക്ക് അടിമപ്പെട്ടൊരു തലമുറ എഴുന്നേറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്തോത്രം പറ. വൈ? എന്തുകൊണ്ട് അവർക്കതിനെ ജയിക്കാൻ പറ്റുന്നില്ല? ഞാൻ പറഞ്ഞത് പുറത്തെ ഗോളത്തിനകത്തുനിന്ന് എഴുന്നേറ്റ് വന്നുകൊണ്ടിരിക്കുക എന്നല്ല, വിശ്വാസി സമൂഹത്തിനകത്തുനിന്ന് എഴുന്നേറ്റ് വരുന്ന കാര്യം ഞാൻ ഈ പറഞ്ഞേ. സ്തോത്രം പറ. എന്തുകൊണ്ട് ദൈവത്തെ അറിഞ്ഞ് പുറത്തു വന്ന ഒരുവന് തൻ്റെ വിശുദ്ധിയിൽ നിലനിൽക്കാൻ കഴിയുന്നില്ല? ഒറ്റപ്പദം, വിശുദ്ധിയെ നീ നിലനിർത്തിയാൽ നിന്റെ മേൽ വീഴുന്നത് ദൈവിക അധികാരമാണ്. പിശാചിന് നിന്റെ മേൽ ദൈവിക അധികാരത്തിന്റെ ഓപ്പറേഷൻസ് നടന്നാൽ അവൻ അതുവരെ കരുതിക്കൂട്ടി നിന്നെ തകർക്കാൻ ഒപ്പിച്ച സകലതും നിന്റെ കാൽ കീഴെ പോകുമെന്ന് അവൻ അറിയാമോ? പക്ഷെ എന്നോട് ദൈവാത്മാവ് ശക്തമായി വിളിച്ചു പറയുന്നു, ചിലതിനെ എൻ്റെ ദൈവം വിശുദ്ധിയിൽ പുതുക്കാൻ പോകുകയാണ്. ചിലതിനെ എൻ്റെ ദൈവം വിശുദ്ധിയിൽ പുതുക്കാൻ പോകുകയാണ്. എവിടെയോ വെച്ച് നിനക്ക് നഷ്ടപ്പെട്ടെന്ന് നീ കരുതിയ വിശുദ്ധിയുടെ കണികകളെ എൻ്റെ ദൈവം റിട്ടേൺ തിരിച്ചു കൊണ്ടുവരികയാണ്. എന്തിന്? നീ വിശുദ്ധനാകണം എന്നെന്റെ ദൈവത്തിന് നിർബന്ധമുണ്ട്. ഞാൻ വിശുദ്ധനായാൽ അടുത്ത മൊമെന്റിൽ എന്റെ വിശുദ്ധിയെ തകർത്തു കളയാൻ പിശാച് കെട്ടിപ്പൊക്കിയ അവന്റെ മണിമാളികകൾ തകർന്ന് താഴെ പോകും. വേറെ ആര് വിശുദ്ധരായാലും കുഴപ്പമില്ല പിശാചിന്. ശ്രദ്ധിച്ചോ? വേറെ ജീവിതത്തിൽ കുഴപ്പമില്ല പിശാചിന്. പക്ഷെ നീ വിശുദ്ധനാകാൻ ശ്രമിച്ചാൽ പിശാചിനത് പ്രശ്നം. രാമൻ പറ. നീ വിശുദ്ധനാകാൻ ശ്രമിച്ചാൽ പിശാചിനത് പ്രശ്നം. കാരണം പുറത്തില്ലാത്തതും അകത്തുള്ളതുമായതൊന്നുണ്ട്, അധികാരം.